ഹലോ ഹായ്. ഞങ്ങള് ഭയങ്കര ധൃതിയിലാണ്. ഒരാഴ്ചത്തെ ഒരു ചെറിയൊരു ട്രിപ്പ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ എന്റെ അമ്മയുടെ ആങ്ങളുടെ മോന്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പൊ ഞങ്ങള് നാഗപ്പൂരിലേക്ക് പോവാണ്. അതിന്റെ പാക്ക് ചെയ്യാതിരിക്കുന്ന ബാഗിൽ അച്ചുക്കുട്ടൻ കയറിയിരുന്നു. അപ്പൊ അച്ചുക്കുട്ടന് ബാഗ് ഞാൻ കൊടുക്കുകയാണ്. അച്ചുക്കുട്ടൻ പാക്ക് ചെയ്യുക. അച്ചുക്കുട്ടന്റെ സാധനങ്ങൾ എനിക്ക് അച്ചുക്കുട്ടാ ഇവിടെ തന്നെ അച്ചുക്കുട്ടന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തോന്ന്. ബാഗ് പിടിച്ചോ. ക്യാച്ച് ക്യാച്ച്. വെൽക്കം. പെട്ടെന്ന് വർക്ക് വെച്ചോ, പെട്ടെന്ന് വർക്ക് വെച്ചോ. അപ്പൊ നമ്മള് ഒരാഴ്ചത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡ്രസ്സ് നമ്മൾ 2 ബാഗിലാണ് പാക്ക് ചെയ്യുന്നത്. ഈ കുഞ്ഞു ബാഗ് എനിക്കും ഈ വലിയ ബാഗ് അച്ചുവിനുമാണ്. കാരണം അച്ചുവിന്റെ പാമ്പർ ഉൾപ്പെടെ അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ട്. നമുക്കാകുമ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടും കൂടി കൂട്ടി കലർത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ 2 ബാഗ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇതില് ചാച്ചൻ വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ ഹാൻഡിൽ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കളിപ്പാട്ടങ്ങളെല്ലാം നമ്മൾ എടുത്തോണ്ട് പോവുകയാണ്. പുള്ളിക്കാരൻ അറിയാതെ 1-2 കളിപ്പാട്ടങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടാണ്. കീറ്റിലെങ്ങാനും ആയി കഴിഞ്ഞാൽ പിന്നെ ആകെ സീനാവും. അപ്പം ഫുൾ പ്രിപ്പറേഷനിലാണ് നമ്മൾ പോവാനിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പാക്കിംഗ് തുടങ്ങിയാലോ. ഒരാഴ്ച സാധനങ്ങളാണ് വേണ്ടത്. അപ്പം അച്ചുക്കുട്ടന് ഞാൻ എല്ലാം വീട്ടിൽ ഇടുന്നതായാലും എവിടെയും കൊണ്ടുപോകുന്നതായാലും എല്ലാം ഞാൻ ഡബിൾ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാമ്പന്റെ ഹാഫാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അച്ചുകൊണ്ട് കുളിപ്പിക്കല ടവല്, പിന്നെ ലോഷനും ക്രീമും എല്ലാം നമ്മൾ സെപ്പറേറ്റ് എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ കുറെ ടർക്കീസ് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പാക്കിംഗ് തുടങ്ങാം. ഇതെല്ലാം എന്താക്കണ്ട കേട്ടോ, ഞാൻ അടുക്കി വെച്ചിട്ടേ എടുക്കണ്ട. എല്ലാം എടുത്തു വെക്കുവാന്നോ? പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി തന്നെ പെട്ടെന്ന് എടുത്തു വെക്കോ. കേറുന്നില്ലയോ? എന്താ കേറാത്തേ? പെട്ടെന്ന് പറക്കി. അച്ഛന് വേണ കളിപ്പാട്ടം എല്ലാം എടുത്തു വെച്ചോ. വണ്ടി വെച്ചിട്ട് കരയില്ല. അച്ചുക്കുട്ടിന്റെ ഏകദേശം പാക്കിങ് റെഡി ആയിട്ടുണ്ട്. എന്താണ്ടേ ഇതില് വീട്ടിടാനുള്ള ഒരു സെറ്റ് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. കുഞ്ഞിനെ കുളിപ്പിക്കല ടർക്കി, അല്ലാതെ യൂസ് ചെയ്യുന്ന ടർക്കി. പിന്നെ അവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ്. അതുകൊണ്ട് കുഞ്ഞിന് നല്ല കട്ടിയുള്ള ഒരു സ്വെറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ നോർമലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ചൂട് കിട്ടുന്ന ടൈപ്പുള്ള ഒരു സ്വെറ്റർ ഉണ്ട്. പിന്നെ കമ്പിളി മോഡലുള്ള അങ്ങനത്തെ 2-3 പാൻസും ഉണ്ട്. പിന്നെ വീട്ടിൽ ഇടാൻ പറ്റിയതും. പിന്നെ നമുക്ക് ഫംഗ്ഷന് നമ്മള് മോർണിംഗിൽ നമുക്ക് 11 മണിക്കാണ് ഫംഗ്ഷന്. അപ്പം നമ്മൾ ആ ടൈമിൽ അച്ചുക്കുട്ടിന്റെ സെറ്റിന്റെ മുണ്ടും ഷർട്ടും ആണ് ഇടുന്നത്. ഞാൻ സെറ്റ് സാരിയാണ്, അത് ഞാൻ കാണിക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. സോ അതുകൊണ്ട് എല്ലാ മരുന്നും ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. മരുന്ന് ഞാൻ എടുക്കുന്നുണ്ട്. തെർമോമീറ്റർ ഉൾപ്പെടെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇനി പാമ്പർ. അപ്പൊ പാമ്പർ ഞാൻ ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് സൂക്ഷിക്കാൻ പറ്റുന്നതെന്ന്. അപ്പൊ ഞാൻ ഇതിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ഞാൻ കാണിക്കാം. ഇതുപോലെ നമ്മൾ പാമ്പർ എടുത്തിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തിട്ട് സെന്റർ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. കാരണം നമുക്കിങ്ങനെ റാക്ക് ഇരിക്കുന്നതിന്റെ കൂട്ട് നമുക്ക് ഇതിലിങ്ങനെ അടുക്കി വെക്കുകയും ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എളുപ്പം ഇങ്ങനെ എടുക്കാനും പറ്റും. ഇതേ കണ്ടോ? അപ്പം ഞാൻ ഇത് സ്പ്ലിറ്റ് ആക്കി ഞങ്ങൾ 2 ആക്കാൻ പോവാണ്. കാരണം വെറുതെ അലക്ഷ്യമായിട്ട് കുറെ പേപ്പറിലോ അല്ലെങ്കിൽ കവറിലോ എനിക്ക് എടുത്ത് വെക്കണ്ടേ. ഇതിപ്പോ ഇതേപോലെ ഞാൻ താഴ്ത്തി ഇറക്കി വെക്കാനായിട്ട് ഇതിനെ ഞാനിങ്ങനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഒരു ഹാഫ് പോർഷൻ ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെക്കും. അപ്പൊ എനിക്ക് എടുക്കാനും എളുപ്പമാണ്. അവിടെ ചെന്നാലും ബാഗിൽ കൃത്യമായിട്ട് ഇരുന്നോണം. കണ്ട, ഈ ഒരു ഹാഫ് ഞാൻ ഇതിൽ വെക്കാൻ പോവാണ്. അതിനുള്ള സ്പേസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കണ്ട, അപ്പൊ എനിക്ക് എളുപ്പം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനി കളിപ്പാട്ടം വേണോ? അമ്മച്ചിയെ കാണിച്ചു കൊടുത്തേ അച്ഛന്റെ കളിപ്പാട്ടം എല്ലാം. ഇനിയും വേണോ? അപ്പൊ എടുത്തോണ്ടോ? എടുത്തേ. കുഞ്ഞിന്റെ മാത്രം എടുത്തു വെച്ചോ മമ്മി. ഇനി അച്ഛന്റെ ഉണ്ട്. പോയി എടുത്തോണ്ട് വാ. മോൻ ഏതൊക്കെ കളിപ്പാട്ടം വേണ്ടെന്ന് വെച്ചാൽ അതെല്ലാം എടുത്തോണ്ട് നമുക്ക് എടുത്തു വെക്കാം. ചെല്. അമ്മ എടുക്കണോ? അമ്മ പാക്ക് ചെയ്യണ്ടായോ? ഓടി എടുത്തുണ്ടോ കുഞ്ഞ്? എന്താ അമ്മച്ചി ഓടിച്ചില്ല. അമ്മച്ചി എടുത്തു വെച്ചേ. അമ്മച്ചിയല്ല, ഓടിച്ചില്ല. അമ്മച്ചി എടുത്തു വെച്ചേരും. കേട്ടോ? മിക്കവാറും വണ്ടി നിറയും കളിപ്പാട്ടം കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ.
എല്ലാം എടുത്ത് വെച്ചുകൂട്ടാ. ഇനി ഒന്നും ഇല്ലേ? ആ, ഇനി അവിടെ ചെല്ലുമ്പോ അത് വെക്കാണ്ട് ഇത് വെക്കാണ്ട് അമ്മയോട് പറയല്ലേ. അവിടെ വെച്ചേ അമ്മ എടുത്ത് വെക്കട്ടെ എല്ലാം. ചെവി വെക്കാൻ അച്ചുവിന്റെ ചെവി വെക്കുന്ന സാധനം എന്താ കാണിച്ചു കൊടുത്തേ. അച്ചുവിന്റെ ചെവി വെക്കുന്നേ, അച്ഛന് ചെവി വെക്കുന്നത് ഇല്ലേ അച്ചുക്കുട്ടാ? ഓൾമോസ്റ്റ് നമ്മുടെ പാക്കിങ് കഴിഞ്ഞു. അപ്പൊ ഞാനിവിടെ ഉടുക്കാൻ പോകുന്ന സാരി, മോർണിംഗ് ഫംഗ്ഷൻ ഉടുക്കാൻ പോകുന്ന സാരിയും പിന്നും ഈ പറഞ്ഞ മാലയും ഓർണമെന്റ്സ് എല്ലാം, പിന്നെ കുഞ്ഞിൻ്റെത് ഇതാണ്ടേ. പിന്നെ ഞാൻ സോക്സും കൂടി എടുക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ, കാരണം തണുപ്പായതുകൊണ്ട് കുഞ്ഞിന്റെ കാലിലൊക്കെ ഇടിക്കാലോ വെച്ചിട്ട് സോക്സ് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ന്യൂസ് പേപ്പറും ഈ പറഞ്ഞ പോലെ കുറച്ച് നമുക്ക് കവർ എന്തെങ്കിലുമൊക്കെ ആവശ്യം വേസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ എടുത്ത് കളയാൻ. ട്രെയിനിലല്ലേ പോകുന്നത്. പിന്നെ നമുക്ക് വീട്ടിൽ ഇടാനുള്ള ചെരുപ്പ് എല്ലാം നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് പാക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് മോർണിംഗിൽ 7 മണിക്കാണ് 7:30 നമുക്ക് ട്രെയിൻ വരുന്നത്. അപ്പം കുഞ്ഞൊക്കെ ഉണ്ടായത് തന്നെ നമ്മൾ ട്രെയിനിൽ ഒന്നും വാങ്ങുന്നില്ല, എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവാണ്. നാരങ്ങ ചോറ് ഉൾപ്പെടെ എല്ലാം പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഇന്ന് രാത്രിയിലാണ് നമ്മുടെ കുക്കിംഗ് എല്ലാം നടക്കാൻ പോകും. നാരങ്ങ ചോറ് എടുക്കുന്നുണ്ട്, 3 കെട്ട് എടുക്കുന്നുണ്ട്, നോർമൽ ചോറ് എടുക്കുന്നുണ്ട്, ദോശ എടുക്കുന്നുണ്ട്, എല്ലാം എടുക്കുന്നുണ്ട്. എല്ലാം സെപ്പറേറ്റ് വാഴയിലേക്കകത്ത് പൊതിയുന്നുണ്ട്. നാരങ്ങ ചോറിന് നമ്മൾ മീൻ വറുത്തതും ചമ്മന്തിപ്പൊടി അച്ചാറൊക്കെയാണ് എടുക്കുന്നത്. ചോറിൻ്റെ കൂടെ നമ്മൾ നാടൻ തേങ്ങ അരച്ച ചമ്മന്തിയും അറിയാമല്ലോ, തോരനും മെഴുക്കുവരട്ടിയും താണ്ടെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ദോശ എടുക്കുന്നുണ്ട്. ദോശയ്ക്ക് കുഞ്ഞിന് സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിന് നെയ്ക്കകത്ത് നമ്മളെടുത്ത ദോശയാണ്. അങ്ങനെ നമ്മൾ കായംകുളം സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്. ഈ കാണുന്നതിൻ്റെ അരിയിൽ മസിൽ പിടിച്ചോണ്ടിരിക്കാനായിട്ട് രാവിലെ നമുക്ക് 7:30 ട്രെയിൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ പിന്നെ വേറെ വീഡിയോ കാണാനായിട്ട്